കാശും ഓഫീസും ലൈസൻസും ഒന്നുമില്ലാതെ ഇന്നലെ വന്ന ഈ ചെക്കൻ 7 ദിവസം കൊണ്ട് 6000 ടൺ സ്റ്റീൽ വിറ്റെന്നോ? അതെ സാർ. അഡ്വാൻസ് കൊടുത്ത് വിടറേ. ഓക്കെ സാർ. ഇതാണ് ഈ നഗരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ മതം, ദേശം, വർഗം, ജാതി ഇതൊന്നുമില്ല. പണിയെടുക്കുക, പണം ഉണ്ടാക്കുക. ഓരോരുത്തർക്കും ആവശ്യം വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളെയാണ്. And now they trust me. 2 ആഴ്ച കൊണ്ട് നീ 10,000 ടണ്ണ് വിറ്റോ? 10 ദിവസം. ഹായ് സാർ. ரொம்ப நேரமாக வெயிட் பண்ணுறீங்களா? കുഴപ്പമില്ല സാർ. കുഴപ്പമുണ്ടാകാൻ പാടില്ലല്ലോ. എൻ്റെ അപ്പൻ എനിക്ക് തരാമെന്നുള്ള കാശിന് ഞാനും വെയിറ്റ് ചെയ്യല്ല. വിളിച്ച കാര്യം പറ. ഞങ്ങൾ സെറ്റിൽമെൻറ്റ് റെഡിയാണ് സാർ. 10 ലക്ഷം ദിർഹംസ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന എമൗണ്ട് 1.5 വർഷത്തിനുള്ളിൽ മന്ത്ലി ബേസിൽ ഞാൻ സെറ്റിൽ ചെയ്തോളാം. ഇത് വെറും വാക്കല്ല സാർ. 1.5 വർഷത്തേക്കുള്ള അഡ്വാൻസ് ചെക്കുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. ഇപ്പം 10 ലക്ഷം അല്ലേ? അതെ. എൻ്റെ അപ്പൻ എനിക്ക് തരാമെന്നുള്ളത് 10 ലക്ഷമാണോടാ? നീ 1.5 വർഷത്തേക്കുള്ള ചെക്സൊക്കെ എനിക്ക് തന്നേ എന്നെ ഉണ്ടാക്കണ്ട. നിൻ്റെ അപ്പൻ തന്ന ഗ്യാരണ്ടി ചെക്ക് ഇപ്പോഴും കയ്യിലിരിപ്പുണ്ട്. ഈ ചെക്ക് പരിപാടിയൊക്കെ ഞാൻ നിർത്തി. 1 ടൈം സെറ്റിൽമെൻറ്റ്, ഫുൾ എമൗണ്ട്, നത്തിങ് മോർ, നത്തിങ് ലെസ്. എൻ്റെ അമ്മ നിന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. അതുകൊണ്ട് നീ അറിയാൻ വേണ്ടി പറയുമോ? ലൈബീരിയയിലായതുകൊണ്ട് മാത്രമാണ് ഇന്റർപോൾ നിൻ്റെ അപ്പൻ്റെ കേസിൽ വലിയ ഇൻട്രസ്റ്റ് കാണിക്കാത്തത്. പക്ഷേ എന്തെങ്കിലും ലൈബീരിയയുടെ പുറത്ത് കിടക്കാൻ അവൻ ശ്രമിച്ചാൽ ഇമിഗ്രേഷൻ കൗണ്ടറിൽ പാസ്പോർട്ട് പോകുന്ന മൊമെൻറ്റിൽ അവനകത്ത. സത്യം പറഞ്ഞാൽ അവനെ ജയിലിൽ കൊണ്ടാക്കുന്നത് എനിക്കിപ്പോൾ കാണാൻ ഒട്ടും താല്പര്യമില്ല. എല്ലാ സൗകര്യങ്ങളുള്ള ദുബായ് ജയിലിൽ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? ദൈവത്തിന് പോലും വേണ്ടാത്തൊരു സ്ഥലത്ത് സ്വന്തം ഭാര്യയും മക്കളെയും കാണാൻ പറ്റാതെ അവനങ്ങനെ കിടക്കട്ടെ. നമ്മൾ അയാളുടെ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യും. പപ്പയെ നമ്മൾ തിരികെ കൊണ്ടുവരും. നീ ധൈര്യമായിട്ടിരിക്കും. വേറൊരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു. എന്താ അമ്മ? മുത്തിൻ്റെ ക്ലാസ് ടീച്ചർ വിളിച്ചിരുന്നു. സ്കൂളിലേക്ക് വരാൻ പറഞ്ഞു. എന്തു പറ്റി? അറിയില്ല. നമ്മുടെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഇടയിൽ എനിക്ക് അവൻ്റെ പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തൊരമ്മയായിട്ട് എനിക്കവിടെ പോയി നിൽക്കാൻ വയ്യ. നിനക്കൊന്ന് ചെല്ലാൻ പറ്റുമോ?